സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് RTMA ഹാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ചെയ്യാമെന്ന്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് RTMAയുടെ ക്യാപ്സ്യൂൾ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ ക്യാപ്സ്യൂളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് 2 എണ്ണം മാത്രമേ ഇന്ന് ഹാച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുള്ളൂ. ഇതെങ്ങനെ ഹാച്ച് ചെയ്യുന്നുള്ള സിമ്പിൾ സ്റ്റെപ്പ് കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടതാണ് കല്ലുപ്പ്. ഇത്രയൊന്നും വേണ്ട, വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ. ആദ്യം നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. കാര്യം ഈ RTMA എന്ന് പറഞ്ഞ ജീവി ഇതിൻ്റെ മുട്ട കല്ലുപ്പ്, അതായത് നമ്മുടെ കടലിലാണ് ഇത് വിരിയുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് ആ ഒരു രീതിയിൽ നമ്മൾ ഉപ്പൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡ. ചിലയിടത്ത് ബേക്കിംഗ് സോഡ എന്ന് പറയും, ചിലയിടത്ത് ഇതിനെ അപ്പക്കാരം എന്ന് പറയും. ഇത് നമുക്കൊരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാര്യം ഈ ഒരു വെള്ളത്തിന് pH വാല്യൂ ഉണ്ട്. നമുക്കിതിൻ്റെ pH ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. വളരെ തുള്ളി ഞാൻ എടുത്തുള്ളൂ, വളരെ കുറച്ച് വളരെ കുറച്ച് മാത്രം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി അതൊന്ന് ഓക്കെ ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കി വേണ്ടുന്ന കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു ക്യാപ്സ്യൂൾ മേടിക്കുന്ന സമയത്ത് തന്നെ ഇത് എങ്ങനെ ഹാച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ടൊരു പേപ്പറും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് വേണ്ടുന്നത് ഇതിന് എയറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പ്. ഇത് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇതേപോലത്തെ ചെറിയ പമ്പാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ കുപ്പിയിൽ ഹോളിട്ടുള്ള രീതി നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പമ്പിന് പവർ കുറവായതുകൊണ്ട് അതിനകത്ത് എയറേഷനും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കാനുള്ള സാധ്യത ഇല്ല. സോ നിങ്ങൾ ആദ്യം തന്നെ എയറേഷനും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പമ്പ് എടുത്ത് വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ പവറേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ മോട്ടറിന് തന്നെ 2 രീതിക്ക് പവർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ലോ പവറിലാണ് കിടക്കുന്നത്, ഇത് കുറച്ചുകൂടി പവർ ഉള്ളത്. അത്രയും പവർ വേണ്ട, ഞാൻ ജസ്റ്റ് ലോയിലിട്ടു. പിന്നെ നമ്മുടെ സ്വന്തം ക്യാപ്സ്യൂൾ, RTMAയുടെ ക്യാപ്സ്യൂൾ എടുക്കുക. ഇതാണ് ക്യാപ്സ്യൂൾ. ജസ്റ്റ് ഞാനൊന്ന് പൊട്ടിച്ച് നിങ്ങളത് ഓപ്പൺ ആക്കി വെള്ളത്തിൽ ഇട്ട് കാണിക്കാം. ഓക്കെ, വീഡിയോയിൽ ആ ഒരു പമ്പിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഓഫ് ആക്കിയതാ. ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ക്യാപ്സ്യൂൾ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് നേരെ ഈ ഒരു ടിന്നിലോട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ തന്നെ ക്യാപ്സ്യൂൾ ഓപ്പൺ ആവും. അത് നേരെ അതിലേക്ക് തട്ടുക. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് 2 ക്യാപ്സ്യൂളാണ് ഹാച്ച് ചെയ്യുന്നത്. ഹാച്ചിങ് റിസൾട്ട് ഞാൻ എന്തായാലും നാളെ തന്നെ ഇടുന്നതായിരിക്കും. കാര്യം നാളെ ഈ ഒരു ടൈം, ഇപ്പം ഞാൻ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു സെയിം ടൈം 24 hours ആണ് നമുക്ക് RTMA ഹാച്ച് ആവാൻ വേണ്ടി എടുക്കുന്ന ടൈം. കറക്റ്റ് 24 മണിക്കൂറിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഈ RTMA ഹാച്ച് ആയതിൻ്റെ റിസൾട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ആ ടൈമിൽ തന്നെ നമ്മളിതിന് മുന്നേ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മൊയ്ന കൾച്ചർ ഓൾറെഡി കൾച്ചർ സക്സസ് ആണ്. ഞാൻ അതിൻ്റെയും കൂടി കൾച്ചർ ചെയ്യാൻ വെച്ചിട്ടതിന് ശേഷമുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് രണ്ടുമായിട്ട് ഞാൻ എന്തായാലും നാളെ തന്നെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളങ്ങനെ RTMA ഫുള്ള് ഇതിലോട്ട് ഇതിൻ്റെ RTMAയുടെ എഗ്ഗ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ RTMAയുടെ എഗ്ഗ് വാട്ടറിലിടുന്ന ടൈമിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് 24 മണിക്കൂർ ഇനി നമ്മൾ ഇതിന് എയറേഷൻ കൊടുക്കണം. സോ ഞാൻ നമ്മുടെ പമ്പും കാര്യങ്ങളും ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട്, ചിലപ്പോൾ 24 മണിക്കൂർ, ഇവർ 38 മണിക്കൂർ എന്നാണ് പറയുന്നത്. 20 തൊട്ട് 36 മണിക്കൂർ നമ്മൾ എയറേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. സോ നമ്മളങ്ങനെ RTMA ഹാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് കറക്റ്റ് നാളെ ഈ ഒരു ടൈം ആവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഈ ഹാച്ച് ആയതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അതേ ടൈമിൽ തന്നെ നമ്മുടെ മൊയ്ന കൾച്ചറിൻ്റെയും, അതായത് നമ്മൾ കൾച്ചർ ചെയ്യാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ Day 2 Day 3 വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.